പാതിവില തട്ടിപ്പിൽ കാസർഗോട്ടും ഇരകൾ. കാഞ്ഞങ്ങാട്ടെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിന്നും 41 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കുമ്പടാജെ മൈത്രി ലൈബ്രറിയിലെ നിക്ഷേപകരുടെ 30 ലക്ഷത്തിൽ പരം രൂപയും നഷ്ടമായി. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്, സ്കൂട്ടി, തയ്യൽ മെഷീൻ, സ്കൂൾ കിറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുള്ള നിക്ഷേപ തട്ടിപ്പിൽ ജില്ലയിൽ 150 പേർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് മോനാച്ച കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോഷ്യൽ എക്കണോമിക്സ് ഡെവലപ്മെന്റ് സംഘടന വഴി പണമടച്ച 106 പേർക്ക് 41 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ലഭിക്കാനുള്ളത്. 39 സ്കൂട്ടി, 67 ലാപ്ടോപ്പ് എന്നിവയ്ക്കായാണ് പണമടച്ചത്. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ സംഘടനാ ഭാരവാഹികൾ പരാതി നൽകി. പണമടച്ചവർ 1000-ഓളം പേർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ മുൻപ് ലഭിച്ചതായും സംഘടനാ ഭാരവാഹി പറഞ്ഞു. നാളിതുവരെയായി 538 തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, 161 പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, 132 സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ട്, 3 ലക്ഷം രൂപയുടെ ജൈവവളം, 6 ലക്ഷം രൂപയുടെ വളം 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് 60 കർഷകർക്ക്. പിന്നെ 5 ആൾക്ക് വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിൽ പെട്ടത്. കുമ്പടാജെ മൈത്രി സംഘടന വഴി പണമടച്ച് അപേക്ഷ നൽകിയവർക്കും സാധനങ്ങൾ ലഭിക്കാനുണ്ട്. ലാപ്ടോപ്പിനായി പണമടച്ച 5,35,000 രൂപയും മറ്റ് സാധനങ്ങൾക്കായി അടച്ച 20,09,200 രൂപയും നഷ്ടമായിട്ടുണ്ട്. മൈത്രിയുടെ പ്രസിഡന്റ് പ്രസാദ് ഭണ്ഡാരി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. NGO കോൺഫെഡറേഷന് കീഴിലുള്ള 3 ചാരിറ്റി സംഘടനകൾ വഴിയാണ് കാസർഗോഡ് ജില്ലയിൽ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.